ശിവരാത്രി ചടങ്ങിനെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഔദ്യോഗിക വാഹനം എത്താത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ മടങ്ങി. ശിവരാത്രി മഹാപരിക്രമ യാത്രക്കിടയിലാണ് സംഭവം. വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപമായിരുന്നു വാഹനം പാർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹം രാമനിലയത്തിലേക്ക് പോയിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടോ എന്നൊക്കെ ഇവിടുത്തെ പോലീസുകാർ പറയുന്നത് കേട്ടപ്പോഴാണ് നമുക്കും ഒരു കൗതുകം തോന്നിയത്. വാഹനം നിർത്തിയിരുന്നത് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ് വാഹനം നിർത്തിയിരുന്നത്. മഹാപരിക്രമ യാത്ര, ആ യാത്ര തൊട്ടു പുറകിലൂടെ സ്വരാജ് റൗണ്ടിലൂടെ കടന്നു വന്ന് ഇവിടേക്ക് കയറുകയായിരുന്നു. പക്ഷേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാത്രം അകത്തേക്ക് കയറിയില്ല. അദ്ദേഹം ഈ മഹാപരിക്രമ യാത്രയ്ക്ക് ശേഷം കുറച്ച് BJP നേതാക്കളൊക്കെയായി ആ പ്രദേശത്ത് തന്നെ തുടരുകയായിരുന്നു. ശേഷമാണ് ഇത്തരത്തിൽ ഒരു വാഹനം, ഒരു ഓട്ടോ അവിടെ വന്നിരുന്നു. അതിൽ പുള്ളി ഈ സുരേഷ് ഗോപി തന്നെ കൈ കാണിച്ചു. എന്നിട്ട് സുരേഷ് ഗോപി തന്നെ ആ കേന്ദ്രമന്ത്രി തന്നെ ആ ഓട്ടോയിൽ കയറി. അതിന് മുൻവശത്ത് പെട്ടെന്ന് ഗൺമാൻ കയറി. അതിനോടൊപ്പം BJPയുടെ ഒരു നേതാവും ആ ഓട്ടോയിൽ കയറിയിരുന്നു. ശേഷം നേരെ അദ്ദേഹം പോയത് ഇവിടേക്കാണ്, അതായത് രാമനിലയത്തിലേക്കാണ് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ വാഹനം 2 മിനിറ്റിന്റെ ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഇവിടേക്ക് എത്തി. അദ്ദേഹത്തിന്റെ ആ ഓട്ടോയ്ക്ക് സമീപത്തേക്ക് എത്തി. പക്ഷേ അതിൽ കയറാൻ അദ്ദേഹം തയ്യാറായില്ല. അതിന് മുൻപ് തന്നെ അദ്ദേഹം കയറി തൃശ്ശൂർ രാമനിലയം ഗസ്റ്റ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസുകാരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ കേന്ദ്രമന്ത്രി ഒട്ടും സമയം കളഞ്ഞില്ല. അദ്ദേഹം ഒരു ഓട്ടോയ്ക്കാണ് കൈകാട്ടി കയറിപ്പോയത്. അതിന്റെ ആ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഗൺമാൻ ഇരിക്കുന്നത് നേരെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഗൺമാൻ ഇരിക്കുന്നത്. അതും ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ വിമർശനത്തിന് വിധേയമായേക്കാം. എന്തായാലും കേന്ദ്രമന്ത്രിയുടെ വാഹനം പാർക്ക് ചെയ്തിരുന്നത് ഇവിടെയാണ്. കേന്ദ്രമന്ത്രി പക്ഷേ സുരേഷ് ഗോപി പക്ഷേ പുറത്തായിരുന്നു, ഈ സ്വരാജ് റൗണ്ടിലായിരുന്നു നിന്നിരുന്നത്.